bhp 200 km/h. അതാണ് XUV 700ന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും XUV 700 ഓടിക്കാൻ പോവാണ്. അതും പെട്രോൾ വേരിയന്റ്. ഇത് A7 എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ലക്ഷറി പാക്ക് എഡിഷൻ ആണ്. സോ XUV 700ന്റെ വളരെ പെട്ടെന്നുള്ളൊരു റിവ്യൂ കാണാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ട്. സോ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം. സോ അതിന് മുമ്പായിട്ട് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞു, 200 bhpയും 200 km/hഉം 11.99 lakh സ്റ്റാർട്ടിംഗ് പ്രൈസ് പെട്രോൾ വേരിയന്റിന്. സോ അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ, ഈ ഒരു സ്പെസിഫിക്കേഷനിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെന്റിനെ ബ്രേക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. XUV 700ന്റെ വിശേഷങ്ങളിലോട്ട് കടക്കാം. താറിന് 75,000 ബുക്കിംഗ് ക്രോസ് ചെയ്തു. ഒരു വർഷത്തോളമായി വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ട് എന്ന് തോന്നുന്നു. ഒരു വർഷത്തോളം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് താറിന്. ഇനിയിപ്പോൾ അടുത്തത് 75,000 ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു SUV ആയിരിക്കും, മഹീന്ദ്രയുടെ. സോ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. കാരണം മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ എന്താ പറയുക മാനുഫാക്ചറർ ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ലെവലിലാണ് അവരുടെ എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ വരുന്നത്. സോ ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ പെട്ടെന്ന് നമുക്ക് നോക്കാം. സോ പഴയ XUV ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കര മോഡേൺ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനാണ് എന്ന് തന്നെ എടുത്തു പറയണം. കാരണം ഇപ്പോൾ ഫ്രണ്ടിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രില്ല് കണ്ടില്ലേ. ഈ ഗ്രില്ല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ടൊയോട്ട പ്രാഡോ, ഏറ്റവും പുതിയ പ്രാഡോയ്ക്ക് ഇതേ സ്റ്റൈൽ ഗ്രില്ലാണ് വരുന്നത്. പക്ഷെ അത് നീറ്റായിട്ടുണ്ട്. XUV, അതായത് ഈ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈനും LED ഡിസൈനും ഒക്കെ ആയിട്ട് ഈ ഗ്രില്ലിന് മാച്ചിങ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഈ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു LED DRL ശരിക്കും ഒരു ഇങ്ങനെയുള്ളൊരു വെറൈറ്റി LED ഹെഡ് ലാമ്പ്സ് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരെ പോകുന്നുണ്ട്. സോ അതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഗ്രില്ലിന് ഭയങ്കര മാച്ചിങ് ആണ്. പിന്നെ ഏറ്റവും പുതിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ ലോഗോ ആണ് വരുന്നത് XUV 700. സോ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ടൊയോട്ട ഫോർച്യൂണറിന് ഒരു ഫ്രണ്ട് എൻഡിൽ വരുന്ന അത്രയും ബൾക്കിനെസ് വരുന്നുണ്ട് എന്ന് തന്നെ പറയണം. കാരണം അത്രത്തോളം ഒരു പ്രോപ്പർ എന്താ പറയുക ബോഡിക്ക് ഒരു പ്രസൻസ് ഉണ്ട് എന്ന് തന്നെ പറയണം. പ്രസൻസിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും കുറവ് വരുന്നില്ല. നല്ല ബോൾഡ് ആയിട്ടുള്ള ബോണറ്റ് ലൈൻസും ഒക്കെ ആയിട്ട് വണ്ടിയുടെ ലുക്ക് ഒരു രീതിയിലും നമുക്ക് കോംപ്രമൈസ് ഇല്ല. കാരണം പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു ഗ്രില്ലിൻ്റെ ഫിനിഷും ഒക്കെ ആയിട്ട് അടിപൊളി ലുക്ക് തന്നെയാണ്. പിന്നെ മുകളിൽ നോർമലായിട്ട് SUV എന്താ പറയുക ക്യൂസും ബോൾഡ് ലൈൻസും എല്ലാ സൈഡിൽ നിന്നും വെച്ച് സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലും നീറ്റായിട്ടുള്ള ലൈൻസാണ് വരുന്നത്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, എന്നാലും ഞാൻ എടുത്ത് പറയട്ടെ. ഡോർ ഹാൻഡിൽസ് കണ്ടില്ലേ, സ്മാർട്ട് ഡോർ ഹാൻഡിൽസാണ് വരുന്നത്. ഇത് ലക്ഷറി പാക്ക് ആയത് കാരണം ഇതൊരു അഡീഷണൽ ഓപ്ഷനാണ്. നമ്മൾ അടുത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഹാൻഡിൽസ് പുറത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ഡോറ് തുറക്കാനായിട്ട് എളുപ്പമായിരിക്കും. സോ ഇത് വന്നിട്ട് പെട്രോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതുപോലെ ക്രോം ലൈനിങ്ങും ഒക്കെ ആയിട്ട് പ്രോപ്പർ SUV ഫീൽ തന്നെയാണ്. സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും. ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ അടിപൊളിയാണ്. സൈഡിൽ നിന്ന് നോക്കിയാലും ഡിസൈൻ എന്താ പറയുക എക്സ്ട്രീംലി ഒരു ബൾക്കിനെസ് തോന്നുന്നുണ്ട്. അതേപോലെ ഒരു ബീസ്റ്റ് ആയിട്ടുള്ളൊരു ലുക്ക് വരുന്നുണ്ട് XUV 700 കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ പക്ഷേ അലോയ് വീൽസിൻ്റെ ഡിസൈൻ മാത്രം എനിക്ക് അത്രത്തോളം ഒരു സ്പെഷ്യലായിട്ട് തോന്നിയില്ല. കാരണം ഡിസൈൻ അടിപൊളിയാണ് വെഹിക്കിളിൻ്റെ. അതുപോലെ ഇൻറ്റീരിയേഴ്സും നീറ്റാണ്. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. പക്ഷേ അലോയ് വീൽസ് നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു അലോയ് വീൽസ് പോലെ തോന്നി. അലോയ് വീൽസിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ അലോയ്സ് ആയിപ്പോയി. അലോയ്സ് കുറച്ച് സ്പെഷ്യലാക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സെൻറ്ററിൽ നമുക്ക് വീണ്ടും പുതിയ മഹീന്ദ്ര ലോഗോ വരുന്നുണ്ട്. സോ ഈ ഒരു ബ്ലൂ ഷെയ്ഡും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡ്, അതുപോലെ തന്നെ സൈഡ് മിറേഴ്സിൽ 360 ഡിഗ്രി ക്യാമറയും ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ആയിട്ടാണ് സൈഡ് മിറേഴ്സ് വരുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൈഡ് നമുക്ക് വിൻഡോസ് ആണ്. കണ്ടില്ലേ, ലാർജ് വിൻഡോസാണ് വരുന്നത്. ലാർജ് വിൻഡോസ് വരുമ്പോൾ ഇത്രയും വലിയൊരു കാറിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു എയറിനെസ് ഫീൽ ചെയ്യും. സോ അത് ഞാൻ പറഞ്ഞു. അലോയ് വീൽസിൻ്റെ വേറൊരു ലുക്ക് നോക്കിയുള്ളൂ. ബാക്കിലത്തെ അലോയ് വീൽസ് കാണുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. 18 ഇഞ്ച് അലോയ്സ് ആണെങ്കിലും അലോയ് വീൽസിൻ്റെ ഡിസൈൻ വളരെ സിമ്പിളായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളവർ ചിലപ്പോൾ വെഹിക്കിൾ വാങ്ങിച്ചിട്ട് അലോയ് വീൽസും പ്രോപ്പർലി മാറ്റുമായിരിക്കും. അതുപോലെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ സൈസിന് പ്രൊപ്പോർഷനായിട്ടായിട്ടുള്ള സൈസാണ്. 18 ഇഞ്ച് ടയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷനായിട്ടായിട്ടുള്ള ടയേഴ്സാണ്. അല്ലാതെ അപ്ഗ്രേഡ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് വരുന്ന ടയേഴ്സ് തന്നെ ഡീസൻ്റ് ആയിട്ടാണ് വരുന്നത്.
അതുപോലെ അഡ്രിനോക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതായത് പുതിയ XUV 700ന്റെ എന്താ പറയുക, ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതിൻ്റെ ഉള്ളിൽ വരുന്ന സിസ്റ്റത്തിൻ്റെ ഒരു പേരാണ് അഡ്രിനോക്സ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കമ്പനി അതിനെ പറയുന്നത്. അതുപോലെ പുറകിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോഗോ കാണും. പുതിയ ലോഗോ ആണ് ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സും ക്യാമറയൊക്കെ ആയിട്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ്. ഇവിടെ ലോവർ പാർട്ട് ഓഫ് ദ ബമ്പർ നമുക്ക് വേറൊരു ഷെയ്ഡിലാണ് വരുന്നത്, ബ്ലാക്കും അതും മിക്സ് ആയിട്ട്. നമുക്കതുപോലെ ബൂട്ട് സ്പേസ് ഇത്രയാണ് കേട്ടോ വരുന്നത്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. 3rd റോ നമുക്ക് ഫോൾഡ്, അതായത് ഫുള്ളായിട്ട് നമുക്ക് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ബൂട്ട് സ്പേസേ വരുന്നുള്ളൂ. ബൂട്ട് സ്പേസ് പോരാ, ഇനി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് 1 ടച്ച് ആണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും. വളരെ ഈസിയാണ് ഫോൾഡ് ചെയ്യാൻ. അതുപോലെ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് കിട്ടും നമുക്ക്. 1 ടച്ച് ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 3rd റോ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൾവേസ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഏകദേശം ഒരു 200-250 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് അപ്രോക്സിമേറ്റ്ലി അത്ര ഉണ്ടാവുള്ളൂ. കറക്റ്റ് സ്പെസിഫിക്കേഷൻ ഞാൻ നോക്കിയിട്ട് പറയാം. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം എല്ലാവരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൂട്ട് വന്നിട്ട് ഫൈബർ ബൂട്ടാണ്. സോ ഫൈബർ ബൂട്ട് ആകുമ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കില്ല എന്നുള്ളൊരു കമൻറ്റാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. ഈ പോർഷൻ ഒഴികെ ബാക്കി ഇത് എവിടെ തൊട്ടാലും ഫൈബർ ബൂട്ടാണെങ്കിലും അത്യാവശ്യത്തിൽ കൂടുതൽ സ്ട്രോങ് ഒരു സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പോർഷൻ, ഈ നമ്പർ പ്ലേറ്റ് വരുന്ന പോർഷൻ അല്ലാതെ ബാക്കി എല്ലാവിടെയും, ഇവിടെ ആയിക്കോട്ടെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നുന്നില്ല, അത് എടുത്തു പറയുക തന്നെ വേണം. പിന്നെ അതുപോലെ പുതിയ XUV 700ന്റെ ബാഡ്ജിങ്ങും AX7L എന്ന് പറയുന്ന ലക്ഷറി പാക്ക് എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത് കേട്ടോ. പെട്രോൾ വേരിയൻ്റാണ്. സോ ഡിസൈൻ വൈസ് ഇതൊക്കെയാണ്. നമുക്ക് അതുപോലെ പുറകിൽ ചെറിയൊരു സ്പോയിലർ പോലെ വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന. സോ പ്രോപ്പർ ഒരു ഫുൾ സൈസ്ഡ് SUV ആണ് നമ്മളുടെ പുതിയ XUV 700. ഡിസൈനിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, കാരണം എന്താ പറയുക, ഡിസൈൻ ഇത്രത്തോളം അട്രാക്റ്റീവായിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും വലിയൊരു ഫുൾ സൈസ് SUV ആണ് നമുക്ക് കിട്ടുന്നത്. ഡിസൈനിന് ഞാൻ 10ൽ 10 മാർക്ക് തന്നെ കൊടുക്കും. എനിക്ക് കംപ്ലൈൻസ് ആയിട്ട് പറയാനായിട്ട് ഡിസൈനിൽ ഒന്നും തന്നെ ഇല്ല. ബോണറ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ അറിയാം ഈ ബോണറ്റിൻ്റെ വെയിറ്റ് എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്നുള്ളത്. അതുപോലെ നമുക്ക് ഹൈഡ്രോളിക് ആയിട്ടുള്ള സ്റ്റക്സ് കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ബോണറ്റ് തുറക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊന്തിപ്പോവും. പക്ഷേ ഓവറോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പാക്കേജിങ്, അടിപൊളി പാക്കേജിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. M സ്റ്റാലിയൻ പെട്രോൾ, 200 bhp പവറും 380 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഇത്. ഇതാണ് നമ്മൾ ഇന്ന് ഓടിക്കുന്നത്. ഡീസലിലോട്ട് പോയി കഴിഞ്ഞാൽ 2.2 ലിറ്റർ എഞ്ചിൻ അവൈലബിൾ ആണ്. 2 ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. 155 PS പവറും 185 PS പവറിലും ഡീസൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കുമാണ് എഞ്ചിൻ സൈഡ് അവൈലബിൾ. സോ എഞ്ചിൻ സൈഡ് ഇങ്ങനെ പറയാതെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. സോ XUV 700ന്റെ ഇന്റീരിയേഴ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടെന്ന് എന്തായാലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡോറ് തുറന്നു കഴിഞ്ഞ ഉടനെ തന്നെ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് പുറകിലോട്ട് പോകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അടിപൊളി ഫീച്ചർ അല്ലേ, ലക്ഷറി ക്ലാസ്സിൽ വരുന്നൊരു ഫീച്ചറാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് XUV 700 വന്നതിൽ വളരെ 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 ഹാപ്പിയാണ്. പിന്നെ അതുപോലെ ഉള്ളിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമുക്ക് പറയാതെ തന്നെ അറിയാം, ഈ ഒരു സ്ക്രീനാണ്. 10.25 ഇഞ്ച് വരുന്ന 2 സ്ക്രീന് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുടെ സ്ക്രീനും അതുപോലെ തന്നെ ഇതും. ശരിക്കും പറഞ്ഞാൽ അതൊരു മെഴ്സിഡീസ് ടച്ചാണ്. മെഴ്സിഡീസിൽ വരുന്ന ഒരു ഇതിനെ ടോട്ടലി മഹീന്ദ്ര അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. സ്പീഡ് കാര്യങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിൽ വരുന്നുണ്ട്. ടയറുടെ ഡയറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണും ഡിസ്പ്ലേയിൽ. അതുപോലെ തന്നെ ഇവിടെ അഡ്രിനോക്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങോട് കൂടിയിട്ട് ഇൻഫർടൈൻമെൻറ്റിൻ്റെ പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. അതായത് ഏറ്റവും അടിപൊളി ഹൈലൈറ്റ് എന്താണെന്നറിയോ, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ഇതൊക്കെ വയർലെസ് ഓപ്ഷൻസിലാണ് വരുന്നത്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ഇതിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആമസോണിൻ്റെ അലക്സ വർക്ക് ചെയ്യും ഇതിൽ, വേറെ എന്തൊക്കെയോ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് പറയണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. മൊബൈൽ ഹോൾഡറോട് കൂടിയിട്ട് ഒരു മൊബൈൽ ഹോൾഡറാണ് ഇത്. വയർലെസ് ചാർജിങ് പാഡാണ്. അതുപോലെ 2 USB പോർട്ട് വരുന്നുണ്ട്, ഒന്ന് ചാർജിങ്ങിനും ഒന്ന് മ്യൂസിക് സിസ്റ്റത്തിനും യൂസ് ചെയ്യാനായിട്ട്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റ് പ്രോപ്പർലി ഇലക്ട്രോണിക്കലി കൺട്രോളബിൾ. ഇത് ടോപ്പ് വേരിയന്റ് ആയത് കാരണം അതിന്റെ കൺട്രോൾസ് ഡോർ പാഡിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട്. വെഹിക്കിളിന്റെ ഫ്രണ്ടിൽ ഉള്ള ഒരു വ്യൂ നന്നായി കിട്ടുന്നുണ്ട്. ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഹെഡ് റൂം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ, ബീജും ബ്ലാക്കും കളർ കോമ്പിനേഷൻ എല്ലാം വിത്ത് ഈ ഒരു ക്രോം ലൈനിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ലക്ഷൂറിയസ് ക്യാബിനാണ്. കാരണം ഈ സെഗ്മെന്റ് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും XUV 700 ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. SUV-കളിൽ മാത്രം ചാടിക്കയറാൻ പറ്റും സെക്കൻഡ് റോയിലും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. സോ എൻ്റെ ഹൈറ്റ് 6 അടിയാണ്. എന്നിട്ട് പോലും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ കംഫർട്ടബിൾ ആയിട്ട് ഹെഡ് റൂം ഉണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. കുറച്ചുകൂടെ ഇത് തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എയറിനെസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ കിട്ടും. അതുപോലെ എൻ്റെ കോൺഫിഗറേഷനിലാണ് ഈ സീറ്റ് വെച്ചിട്ടുള്ളത്, ഫ്രണ്ട് സീറ്റ്. എന്നിട്ട് പോലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്. സോ ലെഗ് റൂമിനെ കുറിച്ചോ ഹെഡ് റൂമിനെ കുറിച്ചോ പുറകിൽ വരുന്ന സ്പേസിനെ കുറിച്ചോ ഒരു കംപ്ലൈൻസും പറയാനില്ല XUV 700 എന്ന് തന്നെ പറയണം. അതുപോലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം, സെൻറ്ററിൽ വരുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫ്ലോറാണ്. അപ്പോൾ 3 ആൾക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സീറ്റ്സ് കണ്ടില്ലേ, കുറച്ച് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇൻക്ലൈൻഡ് ആയിട്ടും ഡിക്ലൈൻഡ് ആയിട്ടും ഒക്കെ നമ്മളുടെ ഒരു കംഫർട്ടിനനുസരിച്ച് വെക്കാൻ പറ്റും. സോ ലോങ് ജേർണീസിനൊക്കെ അടിപൊളിയായിരിക്കും. സീറ്റ് കുറച്ചൊരു സ്റ്റിഫർ സൈഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. ലെഗ് റൂമും കാര്യങ്ങളും സ്പേസും ഒക്കെ ഉള്ളത് കാരണം ലോങ് ഡ്രൈവിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാം. അതുപോലെ കുറച്ച് ഹൈറ്റ് ഉള്ളൊരു സീറ്റ്സ് ആയത് കാരണം പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഒരു ഓവറോൾ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ വെഹിക്കിളിൻ്റെയും ചുറ്റുപാടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. സോ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഒരു കുഴിയിൽ പെട്ടൊരു ഫീൽ അല്ലാതെ ഒരു ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സോ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ലോങ് ഡ്രൈവിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ 3rd റോ സീറ്റ്സ് ഒന്ന് നോക്കാം. ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. ഇത് ജസ്റ്റ് പുള്ള് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ അങ്ങോട്ട് നിൽക്കിയാൽ ഇങ്ങോട്ട് നിൽക്കിയാൽ വളരെ എളുപ്പത്തിൽ സീറ്റ്സ് സ്ലൈഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പുള്ള് ചെയ്തിട്ട് മുന്നോട്ടും പുറകിലോട്ടും ഒക്കെ നിൽക്കാം നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സൂപ്പർ ഒരൊറ്റ ലിവർ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടച്ച് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ആവും. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഈ 3rd റോ എത്ര കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ സൈസ് നിങ്ങൾ നോക്കണം. ഞാൻ 3rd റോയിലോട്ട് കയറാൻ പോവാം. ഓക്കെ. സോ 3rd റോയില് എനിക്കിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ സീറ്റ്സ് കുറച്ചും ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനിയിപ്പോൾ ഇല്ല, 3rd റോയില് കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഹെഡ് റൂം ഒരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ 2 കുട്ടികൾക്കോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാം. സോ ഇതിൽ 3rd റോയിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, 12 വോൾട്ട്സ്. പിന്നെ ഒരു ബ്ലോയർ ഓപ്ഷൻ വരുന്നുണ്ട്. 1, 2, 3 ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോയർ ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 2 സൈഡും AC വെൻസ്, 2 സൈഡും കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, 12 വോൾട്ട് ചാർജിങ് ഓപ്ഷൻ, കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ AC വെന്റ്, അതുപോലെ തന്നെ ബ്ലോയർ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ ഇവിടെയും നമുക്ക് റൂഫിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3rd റോ ഒരു പൊടിക്ക് സ്പേഷ്യസ് ആയിരുന്നെങ്കിൽ ശരിക്കും ഇതൊരു പ്രോപ്പർ 7 സീറ്റർ ആയിരുന്നേനെ എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ XUV 700 കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 5+2 സീറ്റർ ആണെന്ന്. ഈ ഒരു ബാക്ക് റോ നമുക്ക് കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. XUV 700 ഓടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ ഓടിക്കുന്ന പെട്രോൾ വേരിയന്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ 200 bhp 200 km/h 11.99 lakh. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്റീരിയറിലോട്ട് വന്ന് ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായത്. ADAS ഫീച്ചേഴ്സ്, ADAS എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് ഡ്രൈവിംഗ് ഫീച്ചേഴ്സ്, ഓട്ടോണമസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം കേരള റോഡ്സിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാറ് ശരിക്കും പറഞ്ഞാൽ XUV 700 മാത്രമേ ഉള്ളൂ. ഞാൻ വോൾവോ ഓടിച്ചിട്ടുണ്ട് നേരത്തെ. അതുപോലെ ഇപ്പൊ റീസെന്റ് ആസ്റ്ററിൽ വന്നിട്ടുണ്ട് ഫീച്ചേഴ്സ്. ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് എനിക്ക് നമ്മളുടെ നാട്ടിലെ റോഡില് സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കാൻ ഈ സ്പീഡിൽ എനിക്ക് വേറൊരു വെഹിക്കിളിലും ഈവൻ വോൾവോയിൽ പോലും കോൺഫിഡൻസ് വന്നിട്ടില്ല കേട്ടോ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം.
ലെയിൻ അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ പ്രോപ്പർ ലെയിൻ മാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ വോൾവോയിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും. പക്ഷേ XUV 700 ഈ ഒരു ബ്രോക്കൺ ഇപ്പൊ ഇവിടുത്തെ ലൈൻ മാർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഹൈവേയിലാണ് ഓടിക്കുന്നത്, എന്നാൽ പോലും പ്രോപ്പർ ലൈൻ മാർക്കിംഗ് ഇല്ല. എന്നിട്ട് പോലും വളരെ അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കൊളീഷൻ അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് ആയിക്കോട്ടെ, എല്ലാം എന്താ പറയാ വരച്ച വര പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഞാൻ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് എടുത്ത് പറയുന്ന ഒരാളല്ല, ഏത് വെഹിക്കിൾ ആണെങ്കിൽ പോലും. അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ എനിക്ക് പേഴ്സണലി അത്രത്തോളം ഇഷ്ടമുള്ള ഒരു ഫീച്ചർ അല്ല. പക്ഷേ XUV 700 ഓടിച്ചപ്പോൾ അത് ഇപ്പോൾ ഓടിക്കുമ്പോൾ, ലൈവായിട്ട് ഓടിക്കുമ്പോൾ ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇതാണ്. അത് ഇത്രയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ ആയത് കാരണം നമ്മൾ സിറ്റി ഡ്രൈവിംഗിലാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്ന ഫീച്ചർ, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൽ വെഹിക്കിൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെഹിക്കിൾ സ്ലോ ആവും. സ്ലോ ആയ ശേഷം ആ വെഹിക്കിൾ മൂവ് ആയ ശേഷം വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിലോട്ട് മാറും. സോ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. എസ്പെഷ്യലി കേരള റോഡ്സിൽ ഓടിക്കുമ്പോഴും ലൈൻ മാർക്കിംഗ് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഇതിന്റെ പെർഫോമൻസിലോട്ട് കിടക്കാം. സോ 200 bhpയും 380 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് പെട്രോൾ എഞ്ചിന് വരുന്നത്. സോ പെട്രോൾ എഞ്ചിനിൽ ലോഞ്ച് കാണിച്ചു തരാം. 5000 RPM റെഡ് ലൈനിലാണ് പോകുന്നത്. സോ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, വളരെ സ്മൂത്ത് ആയിട്ട് ഗിയർ എന്താ പറയുക ട്രാൻസിഷൻ വരുന്നുണ്ട്. ഗിയർ ചേഞ്ചസിലൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രേക്കിംഗിൽ തരുന്ന കോൺഫിഡൻസ് ആസ് യൂഷ്വൽ XUV സ്റ്റൈൽ കോൺഫിഡൻസ് തന്നെയാണ്. കാരണം പുതിയ XUV ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ സിറ്റീൻ്റെ അകത്ത് ഓടിക്കുമ്പോഴോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ബ്രേക്കിംഗ് ബെറ്റർ ആണ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. അതായത് ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഫീൽ അല്ല. അതായത് ഫോർ എക്സാമ്പിൾ പഴയ ജനറേഷൻ താറും പുതിയ ജനറേഷൻ താറും ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു കംഫർട്ട് ലെവൽ കൂടിയ പോലെ തോന്നി, ലോങ് ഡ്രൈവിന് ഉപയോഗിക്കാൻ പറ്റിയ പോലെ തോന്നി. അതുപോലെ ഡെയിലി യൂസിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു SUV ആയിട്ട് മാറി താർ. അതേപോലെ XUVയുടെ കാര്യം നോക്കുമ്പോൾ പാസഞ്ചർ കംഫർട്ട്, എസ്പെഷ്യലി പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ കംഫർട്ട് കുറച്ച് കൂടി, സ്പേസും കാര്യങ്ങളും ആ ഒരു ലക്ഷൂറിയസ് ഫീല് കൂടി. അതുപോലെ തന്നെ സ്പീഡിൽ ഓടിക്കുമ്പോഴും ബമ്പി ആയിട്ടുള്ള ഒരു റൈഡൊന്നും ഇല്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, എസ്പെഷ്യലി ഫ്രണ്ട് റോനെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം ഫ്രണ്ട് റോയിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ ഏത് രീതിയിലുള്ള റഫ് പാച്ചസും, അതായത് കുറച്ച് മോശമായിട്ടുള്ള റോഡുകളിൽ ഓടിക്കുമ്പോൾ പോലും ഒരു രീതിയിലുള്ള ഡിസ്കംഫർട്ടോ ഇല്ലാതെ ലോങ് ഡ്രൈവിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു SUV ആയിട്ട് തോന്നി എനിക്ക് XUV 700 ഫസ്റ്റ് ഇംപ്രഷൻസിൽ തന്നെ കേട്ടോ. ഇതിലൊരു ലോങ് ഡ്രൈവ് പോകണം എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ ഒരു കാര്യം. പിന്നെ ഈ ഒരു അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അഡാസ് ഫീച്ചേഴ്സ് വേറെ ഏത് കാറിലും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കോൺഫിഡൻസോടുകൂടെ ഞാൻ കൈയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല എന്ന് ഞാൻ പുകഴ്ത്തി പറയല്ല കേട്ടോ. ഈ വെഹിക്കിൾ അത്രയും പ്രോപ്പറായിട്ട് അഡാസ് ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും, ലൈൻ അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അത്രയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടെസ്ല അമേരിക്കയിലൊക്കെ എല്ലാവരും ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കിടന്നുറങ്ങും. അത്രത്തോളം പറ്റില്ലെങ്കിൽ നമ്മളുടെ റോഡിൽ ഏത് വഴിയാ സൈക്കിളും കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഈ അഡാസ് ഫീച്ചേഴ്സിനെ. അത് ഇത്രയും ഓടിച്ച ഒരു കോൺഫിഡൻസിൽ ഞാൻ പറയുകയാണ് കേട്ടോ. വോൾവോയിൽ പോലും ഇത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ഇതിന്റെ റഡാർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ. സോ ബാക്ക് ടു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഡീസൽ എഞ്ചിൻ നമ്മൾ ഓടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഡീസൽ എഞ്ചിൻ കൂടെ ഓടിക്കണം. ഡീസൽ എഞ്ചിനിൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. 2.2 ലിറ്ററിൽ 155 PS എഞ്ചിനും 185 PS എഞ്ചിനും. സോ ഡീസൽ എഞ്ചിൻ നമ്മൾ ഓടിച്ച് അതിന്റെ ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഡീസൽ എഞ്ചിനിൽ മാത്രമാണ് നമുക്ക് ടോപ്പ് എൻഡിൽ പോകുമ്പോൾ സിപ്പ്, സാപ്പ്, സൂം അങ്ങനെയുള്ള ഡ്രൈവ് മോഡ്സ് വരുന്നത്. പവർ ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പവറും ടോർക്കും ബൂസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രൈവ് മോഡ്സ് വരുന്നത്. സോ അതല്ലാതെ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നില്ല. അതുപോലെ ഡീസൽ ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനും വരുന്നത്. സോ ഇതിൽ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഇനീഷ്യൽ പഞ്ച്, പെർഫോമൻസിന്റെ ഒരു പെട്രോളിന്റെ ഒരു പഞ്ച്, ഇനീഷ്യൽ പഞ്ച് ഒരു കംപ്ലൈന്റും ഇല്ല അതിനെ കുറിച്ച് പറയാനായിട്ട്. കാരണം 200 bhp നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പാഡൽ ഷിഫ്റ്റേഴ്സ് ഇല്ല, പാഡൽ ഷിഫ്റ്റേഴ്സിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സ് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ട്
SUV-യിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ട് അതൊരു അഡീഷണൽ കോസ്റ്റും ആണ്. അത്രത്തോളം നമ്മളൊരു എന്തൂസിയാസ്റ്റിക് ഡ്രൈവിങ്ങും പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർ ഒരു ട്രാക്ക് യൂസിനൊക്കെയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ കോസ്റ്റ് കട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഒഴിവാക്കിയതിൽ ഒരു കംപ്ലൈന്റും ഇല്ല എനിക്ക്. ഇനീഷ്യൽ ലോഞ്ച് അടിപൊളിയാണ്. പെട്രോൾ തന്നെ ധാരാളമാണ്. കാരണം ഡീസലിന്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ഒരു പഞ്ചി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പക്ഷെ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പവറാണ്. ടെർബോലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പവർ ഡെലിവറി ആണല്ലോ. സോ അതിന്റെ ഒരു ത്രില്ല് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ലോങ് ഡ്രൈവിന് അടിപൊളി ഒരു SUV ആണ് കേട്ടോ. പണ്ടും XUV ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്തും ഫേസ് ലിഫ്റ്റ് വന്ന സമയത്തും ഒക്കെ ലോങ് ഡ്രൈവിന് പറ്റിയ ഒരു SUV ആയിരുന്നു. അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയാ പുതിയ XUV 700 ഉള്ളത്. സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയ സ്ഥിതിക്ക് ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സിന് കൂടുതൽ കംഫർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ്സിൽ പോകുമ്പോൾ വെഹിക്കിൾ ഇനീഷ്യലി ലോഞ്ച് ചെയ്തപ്പോൾ മഹീന്ദ്ര ക്ലെയിം ചെയ്യുന്ന 200 km/h പോകുമ്പോഴും വണ്ടി പ്ലാൻഡ് ആയിരിക്കുന്നുള്ളതാണ്. നമ്മളുടെ റോഡ് കണ്ടീഷനിൽ ആ ഒരു സ്പീഡൊന്നും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 140, 150 നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ ഒരു രീതിയിലുള്ള കംഫർട്ടോ അല്ലെങ്കിൽ ബ്രേക്കിംഗിലായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയൊരു ടേണിങ്ങോ വല്ലതും വരികയാണെങ്കിൽ പോലും നമുക്ക് സ്പീഡ് ലെയിൻ ചേഞ്ചസ് ആണെങ്കിൽ പോലും ഒരു രീതിയിലുള്ള കോൺഫിഡൻസിൽ കുറവോ വരുന്നില്ല. അതാണ് XUV 700 ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന്റെ ഒരു ഫീഡ്ബാക്ക്, സ്റ്റിയറിംഗ് ലൈറ്റ്നെസ് ഹൈ സ്പീഡിലും സ്റ്റിയറിംഗ് ഒരു പൊടിക്ക് ലൈറ്റ് പോലെ തോന്നി. ഒരു പൊടിക്ക് സ്റ്റിയറിംഗ് ഹെവി ആയിരുന്നെങ്കിൽ ഒരു 100% എന്താ പറയാ 100 മാർക്ക് ചിലപ്പോൾ കൊടുക്കുമായിരുന്നു. സ്റ്റിയറിംഗ് ലൈറ്റ്നെസ് മാത്രമാണ് എനിക്ക് തോന്നിയ ചെറിയൊരു ഫീഡ്ബാക്ക്. അതായത് ഹൈ സ്പീഡിൽ പോകുമ്പോൾ സ്റ്റിയറിംഗിന്റെ ഹെവിനെസ് ഒരു പൊടിക്ക് മാറിയിരുന്നെങ്കിൽ അത് മാത്രമാണ് എനിക്കുള്ളൊരു ഫീഡ്ബാക്ക്. ബാക്കി ഒരു രീതിയിലും ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. XUV 700 ഒരു പെർഫെക്റ്റ് SUV ആയി മാറിയിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എസ്പെഷ്യലി ഈ ഒരു പ്രൈസ് റേഞ്ച്. മഹീന്ദ്ര ഒരു പെർഫെക്റ്റ് SUV-നെ ഫ്ലാഗ്ഷിപ്പ് SUV ആക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം XUV 700 എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രോപ്പർ പെർഫെക്റ്റ് SUV ആണ്. ഫീച്ചേഴ്സ് ഉണ്ട്, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. ഇതിൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ചോദിച്ചോളൂ. ഫോട്ടോ വരെ എടുക്കാൻ പറ്റും 360° ക്യാമറയിൽ. അഡാസ് ഫീച്ചേഴ്സ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ലക്ഷറി, അതുപോലെ തന്നെ കംഫർട്ട്, മിഡിൽ റോ പാസഞ്ചേഴ്സിനാണെങ്കിലും ഫ്രണ്ട് റോ പാസഞ്ചേഴ്സിനാണെങ്കിലും അത് 10-ൽ 10 മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് താർ പാസഞ്ചേഴ്സ് XUV 700 ജമ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം താറിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കാരണം കൊണ്ടും അതുപോലെ തന്നെ XUV-യിൽ കിട്ടുന്ന എക്സ്ട്രാ കംഫർട്ട്, അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്ന എക്സ്ട്രാ എല്ലാം ഇതിൽ എക്സ്ട്രാ ആണല്ലോ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ ഡുവൽ സ്ക്രീന് തൊട്ടിട്ട് എല്ലാ ഫീച്ചേഴ്സിലും ഇതിൽ കൂടുതലാണ് ഉള്ളത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലസ് പ്രീമിയം SUV, ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു SUV ഈ ഒരു സെഗ്മെൻറ്റ് ബ്രേക്ക് ചെയ്യും. ഇനി ഹ്യുണ്ടായി ക്രെറ്റ, അതുപോലെ തന്നെ കിയ സെൽറ്റോസ്, വേറെ ഏതാ ഈ സെഗ്മെൻറ്റിലുള്ളത്? വേറെ ഏത് സെഗ്മെൻറ്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏത് SUV വരികയാണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ മറിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു 10 lakhs അല്ലെങ്കിൽ ഒരു 11 lakhs വരെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ഹച്ച് ബാക്കോ അല്ലെങ്കിൽ ഏതെടുക്കുന്നതിനേക്കാളും 100% അല്ലെങ്കിൽ 200% ബെറ്റർ ഒരു പ്രോപ്പർ ഫുൾ സൈസ്ഡ് ആയിട്ടുള്ള SUV എടുക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ പെട്രോളിൻ്റെതായ ഒരു മൈലേജേ ഉണ്ടാവുള്ളൂ. ഡീസലിലോട്ട് പോകുമ്പോൾ മൈലേജിൽ ചെറിയൊരു ഡിഫറൻസ് വരും. എൻ്റെ ഒരേ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കൂളേഴ്സും അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ലൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു ഫീലും, ഇത് മാത്രമാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അതർ ദാൻ ദാറ്റ് XUV 700 എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇനി സേഫ്റ്റി റേറ്റിംഗിൽ കുറിച്ച് യാതൊരു സംശയവും വേണ്ട. മഹീന്ദ്ര 200% കോൺഫിഡൻ്റ് ആണ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്നുള്ളത്. അതും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തറിയാം. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ പറയുന്ന 11.99 lakh സ്റ്റാർട്ടിംഗ് പ്രൈസൊക്കെ ഫസ്റ്റ് 25,000 ബുക്കിംഗ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വരും. എത്രയെന്നുള്ളത് മഹീന്ദ്ര അനൗൺസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് ഡിഫറൻസ് വരില്ല എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. ബൈ.